ഹായ് ഫ്രണ്ട്സ്, ആർച്ചസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലാക്ക് ഹെഡ്സ് മാറാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ 5 ടിപ്സുകൾ പറയുന്നുണ്ട്. 5ഉം കൂടി ഒന്നിച്ച് ഉപയോഗിക്കാനുള്ളതല്ല. ഞാൻ ഈ പറയുന്ന ടിപ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതൊന്ന് തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച് നോക്കാം. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിലും വൈറ്റ് ഹെഡ്സ് ആണെങ്കിലും വരാനുള്ള കാരണങ്ങൾ ആദ്യം നോക്കാം. മുഖക്കുരുവാണെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് അത് മുഖത്ത് വരുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ പരമാവധി ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാതെ സൂക്ഷിക്കാം. ഏതൊരു പ്രശ്നമാണെങ്കിലും വന്നിട്ട് അത് മാറ്റാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം സാഹചര്യങ്ങൾ നമുക്ക് വരാതെ നോക്കുന്നതാണ്. ബ്ലാക്ക് ഹെഡ്സ് വരാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കിയിടണം. എല്ലാ സ്കിൻ ടൈപ്പിനും ബ്ലാക്ക് ഹെഡ്സ് വരും, പക്ഷേ കൂടുതലായി കാണുന്നത് ഓയിലി സ്കിന്നുള്ളവർക്കാണ്. ഓയിലി സ്കിന്നുള്ളവരുടെ മുഖത്തുള്ള അധിക എണ്ണയാണ് ഇതിന് കാരണം. മുഖം എപ്പോഴും ക്ലീനായി വെക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ല പോംവഴി. ആദ്യമായി ചെയ്യേണ്ടത് ഫേസ് വാഷ് കൊണ്ട് മുഖം 2 നേരം കഴുകുക എന്നുള്ളത് തന്നെയാണ്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല ഫേസ് വാഷ് സെലക്ട് ചെയ്ത് അത് നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാം. ഒരുപാട് ഹാർഡായിട്ടുള്ള ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകുകയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാകും. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ആണെങ്കിൽ 2 നേരം ഉപയോഗിച്ചാൽ മതി, കൂടുതൽ ഉപയോഗിക്കരുത്. ഫേസിൽ വിയർപ്പും അഴുക്കും നിൽക്കാതെ മുഖം എപ്പോഴും വൃത്തിയാക്കി വെക്കണം. അതുപോലെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലതുപോലെ കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഉറങ്ങാനായിട്ട്. മേക്കപ്പ് ഇട്ടിട്ട് അതെല്ലാം കഴുകി കളയാതെ അതേപോലെ ഉറങ്ങുകയാണെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മേക്കപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അധികം മേക്കപ്പ് ചെയ്യാത്തവരാണെങ്കിലും മുഖം കഴുകുന്ന സമയത്ത് ഫേസ് വാഷ് വെച്ച് മുഖം കഴുകുകയാണെങ്കിലും മൂക്കിന് മേലുള്ള അഴുക്കുകൾ അത്ര പെട്ടെന്ന് പോവില്ല. അതൊരു സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്ത് കളയുക വേണം. 2 നേരം സ്ക്രബ് ചെയ്യാം. അതിന് ഏറ്റവും നല്ലത് ടൂത്ത് ബ്രഷ് തന്നെയാണ്. ബ്രഷ് വെച്ച് നമുക്ക് 2 നേരം സ്ക്രബ് ചെയ്യാം. ഉപയോഗിക്കാത്ത ബ്രഷ് വേണം എടുക്കാനായിട്ട്. അതുപോലെ ചെറിയ ബ്രഷ് മതി. വലിയ ബ്രഷ് ആണെങ്കിൽ അത് ഷാർപ്പാണ്, അത് വേണ്ട. ചെറിയ ബേബി ബ്രഷ് ഉപയോഗിച്ച് ചെയ്യേണ്ടതായിരിക്കും നല്ലത്. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇനി ബ്ലാക്ക് ഹെഡ്സ് വന്നത് മാറാനായിട്ട് എന്ത് ചെയ്യാം എന്ന് നോക്കാം. 5 നമ്മളിത് പറയണത്. അതിൽ ആദ്യത്തെ നോക്കാം. തൈരും നാരങ്ങ നീരുമാണ് ഒന്നാമത്തെ ടിപ്സ്. നല്ല കട്ടിയുള്ള തൈര് എടുക്കണം, അല്ലെങ്കിൽ മുഖത്തൂടെ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. 1 സ്പൂൺ തൈര് എടുക്കണം. അതിലേക്ക് 2-3 തുള്ളി നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്ത് മൂക്കിൽ മുഴുവനായി ഇടാം. തൈര് ഇട്ടതിന് ശേഷം വിരൽ വെച്ച് ചെറുതായി ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. പെട്ടെന്ന് കഴുകിക്കളയരുത്. ഇത് മുഖത്തിരുന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം കഴുകിയാൽ മതി. ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉണങ്ങുന്നതിന് മുൻപായി കഴുകിക്കളയാം, പക്ഷേ ഇത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. മൂക്കിൽ മാത്രം ഇടേണ്ട കാര്യമാണ് പറഞ്ഞത്. ഈ ടിപ്സ് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കാം. കൂടുതൽ ഉപയോഗിക്കരുത്. ചെറുനാരങ്ങ ആയതുകൊണ്ട് 2 തവണ ഉപയോഗിക്കാം, അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. ഇനി രണ്ടാമത്തെ ടിപ്സ് നോക്കാം. രണ്ടാമത്തത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള നമുക്ക് തനിച്ച് ഉപയോഗിക്കാം, അത് നല്ലതാണ്. കുറച്ചുകൂടി നല്ലത് അതിൽ തേനുകൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ്. ഒരു മുട്ടയുടെ വെള്ള മുഴുവനായി വേണ്ടി വരില്ല, നമുക്ക് 1 സ്പൂണോളം മതിയാകും. അതെടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിക്കണം. അതിലേക്ക് 1/2 സ്പൂണോളം തേൻ ഒഴിക്കാം. വീണ്ടും ഒന്ന് നല്ലതുപോലെ അടിച്ചതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ഹെഡ്സിന് മേലെ മൂക്കിൽ ഇട്ട് കൊടുക്കാം. ഇത് ഉണങ്ങുന്നത് വരെ വെക്കണം. ഉണങ്ങിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ വേണം കഴുകിക്കളയാനായിട്ട്. മുട്ടയുടെ വെള്ള പ്രോട്ടീൻ, സെലീനിയം, വിറ്റാമിൻ ഡി, B6, B12, മിനറൽസ് എന്നിവയുടെ കലവറയാണ്. ഇത് ആരോഗ്യത്തിന് മാത്രമല്ല മുഖത്തിന് നല്ലതാണ്. മുട്ടയുടെ വെള്ള ബ്ലാക്ക് ഹെഡ്സ് മാറാനായിട്ട് വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയൊരു ടിപ്പാണ്. മുട്ടയുടെ വെള്ള ഡെയിലി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തേനും നമുക്ക് ഉപയോഗിക്കാം. തേന് 2 നേരം ഉപയോഗിച്ചാലും തെറ്റില്ല. ഈ ഒരു ടിപ്സ് മാത്രം ഒരാഴ്ച അടുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് പൂർണ്ണമായി മാറ്റിയെടുക്കാം. പിന്നീട് മുഖം വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും സഹായിക്കും. ഇനി നമുക്ക് 3ാമത്തെ ടിപ്സ് നോക്കാം. 3ാമത്തെ ടിപ്സ് ഓട്സും തേനുമാണ്. ഓട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പൊടിച്ചിട്ടാണ്. ഓട്സ് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിക്കരുത്, തരിതരിയായി പൊടിച്ചാൽ മതി. സ്ക്രബ്ബറായി ഉപയോഗിക്കാനുള്ളതാണ്. കുറച്ചധികം ഓട്സ് പൊടിച്ച് വെച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് എടുക്കാം.
1 സ്പൂണോളം ഓട്സ് എടുത്ത് അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തേനെടുക്കാം. രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂക്കിലിടാം. മൂക്കിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം വിരൽ തുമ്പ് വെച്ച് നല്ലതുപോലെ റൗണ്ടിൽ സ്ക്രബ് ചെയ്ത് കളയണം. അതിനുശേഷം കഴുകിക്കളയാം. ഇത് കഴുകിക്കളയുന്ന സമയത്ത് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ടിപ്പ് നമുക്ക് ഡെയിലി ഉപയോഗിക്കേണ്ട, ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം. ഒരു 5-6 തവണ ഉപയോഗിക്കുമ്പോഴേക്കും ബ്ലാക്ക് ഹെഡ്സ് പൂർണ്ണമായിട്ടും മാറും. എല്ലാ ടിപ്സും കൂടി ഒന്നിച്ച് ഉപയോഗിക്കരുത്, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി 5ാമത്തേത് നോക്കാം. 5ാമത്തെ ടിപ്സ് കുറച്ച് പണിയുള്ള ടിപ്സാണ്. പണിയെടുത്താലും അതിന് റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 2 തവണ മാത്രമേ ഈ ടിപ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഒരു ദിവസം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ ടിപ്സ് ഉപയോഗിക്കാം. അതെന്താണെന്ന് നോക്കാം. കറുവപ്പട്ട ഉപയോഗിച്ചിട്ടുള്ളൊരു ടിപ്പാണ്. ആദ്യം കുറച്ച് കറുവപ്പട്ട എടുത്ത് നല്ലതുപോലെ കഴുകി അതൊന്ന് ഉണക്കണം. അതിനുശേഷം നല്ലതുപോലെ പൊടിച്ചെടുക്കുക. 1 സ്പൂണോളം കറുവപ്പട്ട പൊടിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 തുള്ളി ചെറുനാരങ്ങ നീരെടുക്കണം. ഇനി ഒന്നുകൂടി വേണം ഈ ടിപ്സിന്, അത് തേനാണ്. ഏകദേശം ഈ പറഞ്ഞ എല്ലാ ടിപ്സുകളിലും തേൻ ആഡ് ചെയ്യുന്നുണ്ട്. തേൻ നല്ലൊരു ക്ലെൻസർ ആയതുകൊണ്ടാണ് എല്ലാ ടിപ്സുകളിലും തേന് ചേർക്കുന്നത്. കറുവപ്പട്ട പൗഡറും ചെറുനാരങ്ങ നീരും തേനും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ടിപ്സ് മൂക്കിലിടുന്നതിന് മുമ്പായി ചെറു ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ മൂക്കും ഫേസൊക്കെ ഒന്ന് കഴുകുന്നത് നല്ലതാണ്. കഴുകി തുടച്ചതിന് ശേഷം ഈ ടിപ്സ് നമുക്ക് മൂക്ക് മുഴുവനായിട്ട് നല്ല കട്ടിയിൽ വേണം ഇടാനായിട്ട്. ഇതിട്ട് 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. സ്ക്രബൊന്നും ചെയ്യേണ്ട, സാധാരണ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ഈ ടിപ്സ് ആഴ്ചയിൽ 2 തവണ ഉപയോഗിച്ചാൽ മതി, അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. ഇനി 6ാമത്തെ ടിപ്സ് നോക്കാം. 6ാമത്തെ ടിപ്സ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഏത് സമയം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് അലോവേര ജെല്ലാണ്. ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് അലോവേര ജെല്ലും നമുക്കിതിനെടുക്കാം. ഇത് നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് എടുത്ത് വയ്ക്കാനായിട്ടും പറ്റും. അതല്ലെങ്കിൽ ആവശ്യാനുസരണം ആവശ്യം പോലെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ടും പറ്റും. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന അളവെന്നെ പറയാം, അതാണ് എളുപ്പം. 1 സ്പൂൺ അലോവേര ജെല്ലെടുക്കാം. അതേ അളവിൽ നമുക്ക് 1 സ്പൂൺ തേനെടുക്കാം. രണ്ടും കൂടി ഒരു ചെറിയ ബൗളിലാക്കി നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ആകണം. എന്നിട്ടത് ചെറിയൊരു കണ്ടെയ്നറിലാക്കി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം. കുറേ നാൾ ഇരിക്കും, ചീത്തയായി പോകാതെ കുറച്ച് നാൾ ഇരിക്കും. ഇത് ചെറിയ അളവിൽ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണിത്. നമ്മുടെ മൂക്കിൽ എത്രത്തോളം തേക്കാൻ ആവശ്യമുള്ള അലോവേര ജെല്ലെടുക്കുക, അതിലേക്ക് അതേ അളവിൽ തേനും കൂടി ആഡ് ചെയ്ത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മൂക്കിലിട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയതായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് നാൾ ഉണ്ടാക്കി വയ്ക്കാം. 10 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ബ്ലാക്ക് ഹെഡ്സ് പൂർണ്ണമായി മാറിയിട്ടുണ്ടാകും. എന്നാലും വീണ്ടും വരാതിരിക്കാനായിട്ട് നമുക്കിത് തുടർച്ചയായി ഉപയോഗിക്കാം. ഒരു കാര്യം വീണ്ടും പറയണേ, ബ്ലാക്ക് ഹെഡ്സ് മാറാനായിട്ട് ഇട്ട പാക്കുകൾ കഴുകി കളയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ടൂത്തും ബ്രഷും എടുത്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കളയണം. അല്ലാതെ വെറുതെ ചൂടുവെള്ളം വെച്ചിട്ടാണെങ്കിലും വെറുതെ കൈവച്ച് കഴുകിയാൽ ചെറിയൊരു അംശം നമ്മുടെ സ്കിന്നിൽ എന്തായാലും ഉണ്ടാകും. അത് നിന്നിട്ട് തന്നെ വീണ്ടും ബ്ലാക്ക് ഹെഡ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കഴുകി കളയുന്ന സമയത്ത് ചെറിയൊരു ബേബി ബ്രഷ് വെച്ച് കഴുകി കളയണതായിരിക്കും ഏറ്റവും നല്ലത്. അതൊരിക്കലും ദോഷം ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ലൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.